കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ജീവിതയാത്രയിലൂടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരിനാട്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന ജീവിതയാത്രയിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരിനാട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ലഗേഷാണ്. അദ്ദേഹം നഴ്സാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മളെ പ്രിയ ശ്രോതാക്കളുമായിട്ട് അദ്ദേഹം ഷെയർ ചെയ്യാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ലഗേഷിന്റെ ജീവിതയാത്രയിലേക്ക് പോകാം. ഹായ്, നമസ്കാരം. നമസ്കാരം. ലഗേഷിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കും സുരേഷ് ഏട്ടാ, സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ ലഗേഷ്, നമുക്കും ഒരുപാട് സന്തോഷമായിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ കേട്ടിട്ട് നമുക്കെല്ലാവരും നല്ല സന്തോഷമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ ഒരു തുള്ളി ജലം വീഴുന്നത് പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. തീർച്ചയായും അല്ലേ? അത് ഏത് സമയവും അസ്തമിക്കാം. നമ്മൾ ഈ ഒരു മനുഷ്യർക്കും ഇത്ര ദിവസം വരെ ഞാൻ ജീവിച്ചിരിക്കാം എന്നൊന്നും നമുക്ക് ഒരു വ്യക്തികൾക്കും പറയാൻ പറ്റില്ല, ഒരു മനുഷ്യർക്കും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും ഓരോ സെക്കൻഡും നമുക്ക് കിട്ടുന്ന ദാനമാണ് നമ്മുടെ ജീവിതം. അതെ, തീർച്ചയായും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ജന്മദിനത്തെക്കുറിച്ച് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ ജന്മദിനം 11/5/1991. ഓക്കെ. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇതിനെന്താണ് ഇത്ര പ്രസക്തി എന്ന് എല്ലാവരും ചോദിക്കും. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവാൻ പറ്റിയ ആളുമല്ല. എങ്കിൽ തന്നെയും എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് എല്ലാവർക്കും കേൾക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന ഏടുകളിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡായിരിക്കും അത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ, അത്ര വലിയ ആളല്ലാഞ്ഞിട്ട് കൂടി ഇത്രയും ഇപ്പം റേഡിയോ ബെൻസിഗറിനായാലും സുരേഷ് ഏട്ടനായാലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ വലിയ ഒരാളല്ല എങ്കിൽ തന്നെ എനിക്ക് ഇങ്ങനൊരു സാധ്യത ഉറപ്പിച്ചു തന്നതിന് അല്ലെങ്കിൽ ഒരു ചാൻസ് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ ലഗേഷ്, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കാം, അല്ലേ? എൻ്റെ അനുഭവത്തിൽ നല്ല നല്ല അനുഭവങ്ങളേക്കാൾ ഏറെ എനിക്ക് ഒരുപാട് മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എങ്കിൽ തന്നെയും ഞാൻ ഒരിക്കലും തകർന്നു പോയിട്ടില്ല. ആ ഒരു അനുഭവങ്ങളിൽ നിന്ന് തന്നെ പാഠം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്നതാണെന്നുള്ള വ്യക്തമായ ധാരണ എന്നിൽ കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. അതെനിക്ക് ആദ്യം എൻ്റെ അച്ഛനോടും അമ്മയോടുമാണ് നന്ദി. കാരണം എന്നെ മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്നെ ഒരിക്കലും കുത്തി നോവിക്കാതെ കുറ്റം പറയാതെ അവരെന്നെ ഇവിടെ വരെ എത്തിച്ചു എന്നുള്ളതാണ് വലിയ ഒരു സത്യമെന്ന് പറയുന്നത്. അപ്പം എൻ്റെ ദൈവമാണ് എല്ലാവരും മുന്നിൽ കാണുന്നതെന്ന് പറയും. പക്ഷെ ദൈവം തന്നെയാണ് മുന്നിൽ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏകദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും അങ്ങനെ വിശ്വസിക്കണമെന്നാണ്. കാരണം നമ്മളെല്ലാവരും വിവിധ മതത്തിലും ജാതിയിലും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോ അത് എൻ്റെ ഒരു പ്രതീക്ഷയാണ്, എനിക്കൊരു വെളിച്ചമാണ്. വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും നമുക്ക് ചെയ്തു തരുന്നതിൽ മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു പ്രതീക്ഷ കൂട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇന്നത് നേടാൻ പറ്റും എന്ന് ഞാൻ ആ ഒരു ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത് എപ്പോഴും. ഓക്കെ, അത് നല്ലൊരു തീരുമാനമാണ്. കാര്യം നമുക്ക് ഓരോ മനുഷ്യർക്കും ആ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് അങ്ങനൊരു ദൃഢനിശ്ചയം, നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ഒരു ദൃഢനിശ്ചയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതെ, തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് ഇപ്പം എല്ലാവരും പറയാറുണ്ട്, ഓരോരുത്തരുടെ സാഹചര്യമാണ് ഓരോരുത്തരെ അങ്ങനെ ആക്കുന്നത്, ഓരോരുത്തരുടെ ചുറ്റുപാടാണ് അങ്ങനെ ആക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ ചുറ്റുപാടിന് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒരു കുറവുകളും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊരു കുറവുകളും വരുത്തിയിട്ടില്ല. പക്ഷെ മേ ബി അവരുടെ സാഹചര്യം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഉള്ള സൗകര്യം മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് പോയത്. ചിലപ്പോ ആ സാഹചര്യത്തിൽ എല്ലാവരും വളരണമെന്നും ഇല്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരുക്കി തന്ന പുൽമേടാണെങ്കിലും ഞാൻ അത് വളരെയധികം ആസ്വദിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോയി.
എന്റെ അച്ഛന്റെ അമ്മ പറയാറുണ്ട്, എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത, എനിക്കറിയില്ല കുട്ടിക്കാലത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർ എനിക്ക് എന്തോ അസുഖം വന്നിട്ട് ഇത് ജീവിച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല, മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് എന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നുവെന്ന്. പക്ഷേ എന്റെ വീട്ടുകാർ അതൊന്നും കേൾക്കാതെ, അതായത് അച്ഛനായാലും അച്ഛന്റെ അച്ഛനായാലും അതെന്റെ അമ്മയാണെങ്കിലും എന്റെ മറ്റു പ്രിയപ്പെട്ട ബന്ധുക്കൾ എല്ലാവരാണെങ്കിലും അതിന് ഒരു അനുവാദം കൊടുക്കാതെ എന്നെ അവർ മുന്നോട്ട് നയിച്ചു. പല പ്രതിസന്ധികളും വന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതെല്ലാം പ്രാർത്ഥനകളും വഴിപാടും കൊണ്ടാണ് മാറിയതെന്നും പറയുന്നു. അതൊക്കെ അവരുടെ പേഴ്സണൽ വിശ്വാസങ്ങളാണ്. അതിൽ പറയാൻ ഞാൻ ആളല്ല. എങ്കിലും എന്റെ വിശ്വാസത്തിന്റെ പുറത്താണെങ്കിലും അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ വിശ്വാസത്തിന്റെ പുറത്താണെങ്കിലും ഞാനിപ്പോ ഒരു എന്താ പറയാ, ഈ 30 വയസ്സുള്ള ഒരു വ്യക്തിയായിട്ട് 11/5/1991 ജനിച്ച ഒരു വ്യക്തിയായിട്ട് ഈ ഭൂമിയിൽ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നാണമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടോ എനിക്കറിയില്ല, എന്റെ അച്ഛനും അമ്മയും പറയാറുണ്ട്, നീ അവരുടെ കൂടെ പോയി കളിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ പോയി സംസാരിക്കുക. അതൊക്കെ എന്തോ എനിക്കറിയത്തില്ല, എന്റെ ജീനിന്റെ പ്രശ്നമാണോ അല്ലോ മറ്റെന്തെങ്കിലും ശാസ്ത്രീയ പ്രശ്നങ്ങളുടെ കുറവുകൾ കൊണ്ടാണോ എനിക്കറിയില്ല. എങ്കിലും ഞാൻ കുഞ്ഞുനാൾ മുതലേ വളരെ ഒതുങ്ങി ജീവിക്കാൻ, ആരോടും സംസാരിക്കാതെ ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. പലരും എന്റെ പ്രിയപ്പെട്ട, ഞാൻ വളർന്ന ചുറ്റുപാടിലുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായാലും സഹോദര തുല്യന്മാരായ ചേട്ടന്മാരായാലും എന്നെ വിളിക്കും, വാ കളിക്കാൻ പോകാം അല്ലെങ്കിൽ വരുമെന്നൊക്കെ. പക്ഷെ ആ സമയത്ത് എന്തോ എനിക്കറിയില്ല, എനിക്കതിനൊന്നും ഒരു താല്പര്യമേ ഇല്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃത, എന്താ പറയാ, ഒരു ഒറ്റപ്പെട്ട് നിൽക്കാനാണ് കൂടുതലും ആഗ്രഹിച്ചത്. അങ്ങനെ പക്ഷേ ഒരു സമയം എത്തിയപ്പോൾ എനിക്ക് തന്നെ ഇത് അപകടമാണെന്ന് തോന്നി തുടങ്ങി. പക്ഷെ നമ്മളിപ്പം പറയാറില്ലേ, കുളത്തിൽ ചാടി മരിക്കാറായ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അല്ലെങ്കിൽ ചിലപ്പോ നീന്തൽ പഠിച്ചു എന്ന് വരാം. നീന്തൽ പഠിച്ച് നീന്തൽ അറിയാത്ത വ്യക്തിയാണെങ്കിലും നീന്തൽ പഠിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രയത്നം നടത്തിയെന്ന് വരാം. എങ്കിൽ തന്നെയും ഞാൻ ഒരുപാട് പറഞ്ഞ എനിക്ക് ആഗ്രഹമുണ്ട്. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം കളിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് പോയി ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ആളുകളുമായി മിങ്കിൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് എന്തോ അതൊന്നും സാധിച്ചില്ലെന്നുള്ളതാണ് വളരെ സത്യം. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാനൊരു ജാടയാണ് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയാണെന്നൊക്കെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്നെ അറിയുന്നവര് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, എങ്കിലും ഞാൻ പറയുന്നു, എനിക്കത് എന്തോ, എനിക്ക് പേടി, ഭയം, എന്തോ ഒരു വല്ലാത്തൊരു ഇതിന്റെ ഒരു ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ ഞാൻ തുടങ്ങിയത് വളരെ താമസിച്ചു പോയി എന്നുള്ളതാണ്. എന്റെ അച്ഛനും അമ്മയും എന്നെ മാക്സിമം വേദനിപ്പിക്കാതെ, കാരണം പലപ്പോഴും അച്ഛന്റെ സുഹൃത്തുക്കളായാലും അമ്മയുടെ സുഹൃത്തായാലും പറഞ്ഞു, ഇവൻ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുമ്പോഴും അവര് പറഞ്ഞു അവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അല്ലെങ്കിൽ അവന്റെ സന്തോഷത്തിൽ അവൻ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവരതിൽ നിന്നല്ല എന്നെ സേഫ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. എന്റെ അച്ഛന്റെ അമ്മയുടെയും വലിയ ഒരു സപ്പോർട്ടായിരുന്നു അത്. കാരണം അതൊരു വലിയൊരു ആശ്വാസമല്ലേ. കാര്യം നമ്മളെ മറ്റുള്ളവരാര് തള്ളി പറഞ്ഞാലും പോലും നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യവും പുണ്യം വേറൊന്നുമില്ല. തീർച്ചയായിട്ടും. പിന്നെ അത് ആ കാര്യം പറയുമ്പോൾ എന്റെ അച്ഛാമ്മയും പറയും, എന്റെ അച്ഛാമ്മ മരിച്ചുപോയി, അധികം ദിവസം ആയിട്ടില്ല. അത് പറയുമ്പോൾ ഇപ്പോഴും എന്റെ കണ്ണ് നിറയുന്നു. കാരണം എന്റെ അച്ഛാമ്മ മരിച്ച സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റിയില്ല. അവസാന സമയത്തൊന്ന് ഞാൻ എന്നെ വിളിച്ചു, അമ്മ ഫോൺ ചെയ്തു, അച്ചാമ്മയുടെ കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് എന്റെ അച്ചാമ്മ പറഞ്ഞു, മോനെ എനിക്ക് വയ്യ, നീ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഈ വേദന എത്ര വലുതാണെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. കാരണം ഈ ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ അച്ഛനമ്മ തന്നെ പലർക്കും ബാധ്യതയായി കാണുന്ന ഒരു കാലമാണ്. എങ്കിലും എനിക്ക് എന്റെ അച്ഛനായാലും അച്ഛമ്മയായാലും അച്ഛനായാലും വല്യമ്മച്ചിയായാലും എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം
എന്റെ ഉയർച്ച താഴ്ചകളിലും അല്ലെങ്കിൽ എന്റെ പല സാഹചര്യങ്ങളിലും എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ മനസ്സിന് ബലം നൽകിയ ആളുകളാണ് ഈ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ. അപ്പോൾ ഇനി എന്തെല്ലാം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ആരെല്ലാം പറഞ്ഞാലും എനിക്ക് ഇവരെയൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വിയോഗങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. എന്റെ അച്ചാമ്മയുടെ അന്നത്തെ ആ ലാസ്റ്റ് നിമിഷത്തെ എന്താ പറയാ ശ്വാസം എടുക്കുന്ന ഇപ്പം മരണത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു അവസ്ഥ ഞാൻ കേട്ടനുഭവിച്ച വ്യക്തിയാണ്. എന്നിട്ടും അന്ന് എനിക്ക് രാത്രി വരാൻ പറ്റിയില്ല, ചില സാഹചര്യങ്ങൾ കാരണം. പിറ്റേ ദിവസം രാവിലെ വരാൻ ഉദ്ദേശിച്ചിട്ട് പോലും എനിക്ക് കറക്റ്റായിട്ട് വന്നില്ല. അച്ചാമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് വരാൻ പറ്റിയത്. കാരണം എന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും എനിക്ക് പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും മിശ്രവിവാഹിതരായിരുന്നു. അത് കാരണം എനിക്ക് ഒരുപാട് ബന്ധങ്ങളൊക്കെ കുറവായിരുന്നു. കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ചു പേരാണ് എൻ്റെ അച്ഛനായാലും അച്ഛമ്മയായാലും അല്ലെങ്കിൽ പ്രിയപ്പെട്ട ചില ആൾക്കാർ മാത്രം. എൻ്റെ അച്ഛമ്മ കശുവണ്ടി തൊഴിലാളിയായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് വേറെ എനിക്കായാലും എൻ്റെ അനിയത്തിക്കായാലും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായാലും പ്രത്യേകമായും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തരാനോ ബുക്കോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളോ വാങ്ങിത്തരാൻ വേറെ ആരുമില്ലായിരുന്നു. അച്ഛമ്മ പോയി കഷ്ടപ്പെട്ട് അവിടുത്തെ ജോലി ചെയ്ത് വൈകുന്നേരം കൊണ്ടുവരുന്ന നമ്മൾ പറയുന്ന ഗുണ്ടിനും ഇരട്ടി മധുരമായിരുന്നു. അതിനകത്ത് അത്രയും സ്നേഹവും കൂടെ ചാലിച്ചിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. പിന്നെ എപ്പോഴെങ്കിലും നമ്മളൊന്ന് അടിച്ചു പോയ നമ്മുടെ കൂടെ കരയുന്ന പ്രിയപ്പെട്ട എൻ്റെ അച്ചാമ്മ ഞാൻ എങ്ങനെ മറക്കാൻ പറ്റും? ഓക്കെ. അപ്പൊ അച്ചാമ്മയും പേരക്കുട്ടിയും തമ്മിൽ അത്രയും ആ ഒരു ആത്മബന്ധം വളരെ വലുതാണല്ലേ? അതെ 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 ചേട്ടാ. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ചാമ്മ ഞങ്ങളെയൊക്കെ വിട്ടുപോയതും. അങ്ങനെ എന്താ പറയാ, അച്ചാമ്മ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എന്റെ കുട്ടിക്കാലത്തും എന്റെ സ്കൂൾ ജീവിതത്തിലും ഞാൻ പ്രൊഫഷണൽ ലൈഫ് തുടങ്ങുന്ന സമയത്തും എല്ലാം എന്റെ അച്ചാമ്മ എനിക്ക് പൂർണ്ണ സപ്പോർട്ട് ആയിട്ട് നിന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ദേഷ്യം വരുമ്പോൾ ഞാൻ അച്ചാമ്മയെ പറയാറുണ്ട്. അത് ഞാൻ പിന്നീട് അത് ആലോചിച്ചിട്ട് വിഷമിക്കാറുണ്ട്. അച്ചാമ്മയോട് മാപ്പ് ചോദിക്കണമെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ അച്ചാമ്മയോട് മാത്രമല്ല, അച്ഛനോടായാലും അമ്മയോടായാലും നമ്മൾ കുട്ടികൾ പ്രിയപ്പെട്ടവരെല്ലാവരും കേൾക്കുന്നുണ്ടാവുമല്ലോ. നമ്മുടെ ചില സമയത്ത് നമ്മുടെ മൂഡ് ശരിയല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമുക്ക് മാനസിക സംഘർഷങ്ങൾ കൂടുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ വില നമുക്ക് അപ്പോൾ അറിയില്ല. പിന്നീടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളായാലും ചെയ്യുന്ന പ്രവൃത്തികളായാലും ആരോടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും 100 വട്ടം ആലോചിച്ചിട്ട് വേണം. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന സമയത്ത് അവർ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വരത്തില്ല. അതെ അതെ അതെ, അത് വളരെ സത്യപരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ തലമുറകൾക്ക് പോലും ഇല്ലാതെ പോയൊരു കാര്യം അത് തന്നെയാണ്. കാര്യം ക്ഷമ അല്ല. ഞാൻ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞൊരു കാര്യമാണ്. ക്ഷമ എന്ന് പറഞ്ഞത് വലിയൊരു സമ്പത്താണ്, ഒരു തുടുപ്പാണ്, ജീവന്റെ തുടുപ്പാണ്. കാര്യം ഈ ക്ഷമയില്ലാതെ വരുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും പല ആപത്ഘട്ടങ്ങളിലേക്ക് നമ്മൾ ചെന്ന് പതിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് നമുക്ക് തിരിച്ച് കരകയറി വരിക എന്നുള്ളത് അസാധ്യമായ ഒരു ഘടകമായിട്ട് മാറും അല്ലേ? പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും. പലതും അറിയാതെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതെ. അപ്പൊ ഏതായാലും അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അതുപോലെ തന്നെ ലഗേഷിന്റെ കുട്ടിക്കാലം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ സ്കൂൾ ജീവിതം എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സ്കൂൾ ജീവിതവും ഞാൻ ഒരുപാട് എൻ്റെ സ്വഭാവ വൈകല്യം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കൂൾ ജീവിതവും ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടില്ല. കാരണം ഈ പറഞ്ഞ കണക്ക് കൂട്ടുകാരുമായി ഒത്തുചേർന്ന് പോയി സന്തോഷിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് നല്ല രീതിയിൽ പഠിക്കുവാനോ, അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന് വെച്ചാൽ പഠിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, പഠിത്തത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, നന്നായിട്ടല്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പം അങ്ങനെ പോയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പറഞ്ഞ കണക്ക് ആ സ്കൂളിലൊക്കെ നമ്മൾ കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് എല്ലാവരും കൂട്ടുകാരായിരുന്നു. അവർക്കും അതുപോലെ ഞാനും ഒരുപാട് കൂട്ടുകാരിലൊരു കൂട്ടുകാരായിരുന്നു ഞാനും. ഇപ്പം നമ്മുടെ ചുറ്റുപാടുകളും കണ്ടിട്ടില്ലേ, ചങ്കു ബ്രോ അല്ലെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ ഒരു ടൈപ്പ് ചെയ്യപ്പെടാൻ എനിക്ക് പറ്റിയില്ല. അതൊരു വിഷമം തന്നെയാണ്. നമുക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന രീതിയിൽ ആ കുട്ടിക്കാല സമയങ്ങളിൽ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിട്ടില്ല. അതൊക്കെ ഞാൻ വളരെയധികം ഇപ്പോ വിഷമിക്കുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി. പക്ഷെ എന്റെ അച്ഛനും അമ്മയും അതിനൊരു കാരണക്കാരേ അല്ല. കാരണം അവരെന്നോട് പലപ്പോഴും ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു സംഭവം, ഞാൻ കുഞ്ഞുനാളിൽ പാടുമായിരുന്നു.
അപ്പൊ എന്റെ ഇഷ്ടത്തിനെല്ലാം നിൽക്കുന്ന അച്ഛനും അമ്മയാണ് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ പലപ്പോഴും റേഡിയോയിലാണെങ്കിലും അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ റെക്കോർഡ്, ടേപ്പ് റെക്കോർഡ് എന്നും പറഞ്ഞിട്ട് പഴയ കാലത്തുണ്ടായിരുന്നു. ആ ടേപ്പ് റെക്കോർഡിലെ പാട്ടുകളായാലും ഞാൻ കേട്ട് പഠിച്ചിട്ട് ഞാൻ ഇന്ന് പാടുന്ന എന്റെ അച്ഛനും അമ്മയും കേട്ടുണ്ട്. ഓക്കെ. ഏതായാലും നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം ലഗേഷിന്റെ ജീവിതയാത്ര തുടരുന്നതാണ്.